So today we are going to discuss about fungi. എന്താണ് ഫംഗൈ, ഫംഗയുടെ ക്ലാസിഫിക്കേഷൻസ്, അതിൻ്റെ കൾട്ടിവേഷൻ മെത്തേഡ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. So fungi are mainly eukaryotic organism and most of them are multicellular filamentous one. ചിലത് മാത്രം സിംഗിൾ സെല്ലായിട്ട് കാണാറുണ്ട് and their mode of nutrition is heterotrophic. That means they do not have they cannot make their own food, so they will absorb their nutrition from other or depending other, and they cannot move. അപ്പോൾ അതെങ്ങനെയാണ് ഫംഗസ് എല്ലായിടത്തും കാണുന്നത്? ത്രൂ ദ സ്പോസ്. സ്ട്രക്ചർ ഓഫ് ഫംഗൈ. അപ്പോൾ ഫംഗൈ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ബാക്ടീരിയയുടെ സെൽ വാൾ എന്തുകൊണ്ടാണ് മേഡപ്പ് ചെയ്തിരിക്കുന്നത് അത് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ ഈച്ച് സെൽ ഹാസ് സെൽ വാൾ which is made up of by chitin and mannin and other polysaccharide. Hyphae എന്ന് പറയുന്നത് ഒരു hair like structure ആണ് of fungi. Hair like structure which may be consist of septate or non-septate. Structure consists of mycelium, which means a mass of hyphae, and they have a fruiting body which is the reproductive structure of fungi. And fungi come in many sizes and many shapes and many colors. റിപ്രൊഡക്ഷൻ മെയിൻലി എങ്ങനെയാണ്? സെക്ഷൽ റിപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷൽ റിപ്രൊഡക്ഷൻ ഉണ്ട്. അസെക്ഷൽ റിപ്രൊഡക്ഷനിൽ മെയിൻലി ബഡ്ഡിങ്, ഫ്രാഗ്മെന്റേഷൻ ഒക്കെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അസെക്ഷൽ സ്പോർ പ്രൊഡക്ഷനും പറയാറുണ്ട്. The hyphae and sexual spores are haploid like the gametes of higher organism. Under certain conditions, a fruiting body is formed. It is the product of two opposite mates types combining to form a diploid cell. Classification of fungi. The classification of fungi mainly two types ഉണ്ട്. ഒന്ന് മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷനും മറ്റേത് സിസ്റ്റമാറ്റിക് ക്ലാസിഫിക്കേഷൻ. മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഈസ്റ്റ് ലൈക്ക് ഫംഗൈ, ഫിലമെന്റസ് ഫംഗൈ, ഡയോമോർഫിക് ഫംഗൈ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾക്ക് പഠിക്കാനുള്ള കൂടുതലും സിസ്റ്റമാറ്റിക് ക്ലാസിഫിക്കേഷനാണ്. സിസ്റ്റമാറ്റിക് ക്ലാസിഫിക്കേഷനിൽ മെയിൻലി 4 ക്ലാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. Zygomycetes, Ascomycetes, Basidiomycetes and Deuteriomycetes. So ഇത് സിസ്റ്റമാറ്റിക് ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ആസ്കോമൈക്കോട്ട ഫസ്റ്റ് ഫാമിലിയാണ്, ഫൈലത്തിൽ വന്നാണ് ആസ്കോമൈക്കോട്ട എന്ന് പറയുന്നത്. Ascomycota is a division of the kingdom fungi that together with the Basidiomycota form the subkingdom Dikaryotes. സോ ഇതിനകത്ത് വരുന്നത് സാക് ഫംഗൈസ് അല്ലെങ്കിൽ ആസ്കോമൈസിറ്റീസ് എന്ന് പറഞ്ഞ ഓർഗാനിസംസ് ആയിരിക്കും വരുന്നത്. ലാർജസ്റ്റ് ഗ്രൂപ്പാണ്, അറൌണ്ട് 64,000 സ്പീഷീസ് വരുന്നുണ്ട്. ആൻഡ് ദേ ഹാവ് എ സെപ്പറേറ്റ് ഹൈറ്റ്. റിപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സെക്ഷൽ മൈക്രോസ്കോപ്പിക് സെക്ഷൽ സ്ട്രക്ചർ ഇൻ വിച്ച് നോൺ മോട്ടൈൽ സ്പോർസ് ഉണ്ടാകും, വിച്ച് ഈസ് കോൾഡ് ആസ് ആസ്കോസ്പോർസ്. Mostly the Ascomycota is sexual, but some asexual, it lacks the ascospore. Asexual reproduction ആസ്കോമൈക്കോട്ടയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ it is responsible for the rapid spread of the fungi into new eras. It occurs through vegetative reproductive spores, conidia. The conidiospores commonly contain one nucleus and are products of mitotic cell division and thus are sometimes called mitospores, and the mostly yeast reproducing the asexual by the budding. സെക്ഷൽ റിപ്രൊഡക്ഷനിലാണ് ആസ്കോമൈക്കോട്ടയിൽ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്കോസ്പോർസ് ആണ്. മെയിൻലി 2 ഹൈഫേ വന്നിട്ട് മേറ്റ് ചെയ്യും, എന്നിട്ട് പുതിയൊരു ജനറേഷൻ ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഹോമോതാലിക് എന്ന് പറയുമ്പോൾ ഹൈഫേ മേറ്റ് ഇൻ സെയിം ഫംഗസ്. ഹെട്രോതാലിക് എന്ന് പറയുമ്പോൾ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് വന്നിട്ട് ബൈൻഡ് ചെയ്യാം. ബെസിഡിയോമൈക്കോട്ട എന്ന് പറയുന്നത് മെയിൻലി ക്ലബ് ഫംഗൈ അല്ലെങ്കിൽ ബെസിഡിയോമൈസിറ്റീസ് എന്നാണ് നമ്മൾ പറയുന്നത്. Fungi composed of hyphae except for Basidiomycota yeast. It contains 31,515 species. Basidiomycota were divided into 2 classes, now obsolete: Homobasidiomycetes and Heterobasidiomycetes. Homobasidiomycetes എന്ന് പറയുമ്പോഴത്തേക്കും alternatively called Holobasomycetes, including true mushrooms,
Heterobasidiomycetes including jelly and rust, smut fungi, etc. And the name coined in 1959 and it have a septate hyphae. Reproduction, mostly sexual reproduction in some species and some species asexual reproduction will be follow. Sexual reproduction occurs ചെയ്യുന്നത് ബെസിഡിയത്തിലാണ്. Will be present spores is called a basidiospore. Asexual by budding, fragmentation and conidiospores. Sexual reproduction എങ്ങനെയാണെന്ന് നോക്കാം. Basidia itself formed by plasmogamy between mycelia from two different spores. Plasmogamy results in binucleate hyphae. Mycelia have mycelia have two type nuclei, one from each parent. Then form a new fungi by hyphae union ആണ്. Hyphae union വഴി രണ്ട് ഹൈഫേസ് ഒരുമിച്ച് വരുന്നു, എന്നിട്ട് ഫ്യൂഷൻ നടന്നിട്ട് പുതിയൊരു സെല്ല് ന്യൂക്ലിയർ ഫോം ചെയ്യാണ്. ഓക്കെ, ഇത് കാണിച്ചിരിക്കുന്നത് സെക്ഷൽ റിപ്രൊഡക്ഷൻ ആണ് ബെസിഡിയോമൈക്കോട്ട. നെക്സ്റ്റ് വന്നത് സൈഗോമൈക്കോട്ട. അപ്പോൾ സൈഗോമൈക്കോട്ട എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 1050 സ്പീഷീസ് ആർ നോൺ സൈഗോട്ട് ഫംഗൈസ് ആൻഡ് ദേ ആർ ലിവിങ് ഇൻ സോയിൽ ഓൺ ഡിക്കേയിങ് പ്ലാന്റ്സ്. സൈഗോസ് ഈസ് ഫോർ ജോയിനിങ്. ഓക്കെ, അങ്ങനത്തെ ഒരു അർത്ഥം വരുന്ന ഒന്നാണ്. മെയിൻലി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹൈഫൽ സ്ട്രാൻഡുകൾ, ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ഹൈഫൽ സ്ട്രാൻഡുകൾ ഒരുമിച്ച് വന്നിട്ട് പുതിയ സ്പോർസോ അല്ലെങ്കിൽ പുതിയ ഗമേറ്റ്സോ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇറ്റ് ഹാവ് എ ആസിഡ്. സ്പോർസ് എന്ന് പറയുമ്പോഴത്തേക്കും 2 ടൈപ്പ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മൈറ്റോസ്പോർസും വിച്ച് ഇസ് സ്പൊറാൻജിയോസ്പോർ ആൻഡ് ക്ലമൈറ്റോസ്പോർ അല്ലെങ്കിൽ സൈഗോസ്പോർസ്. മൈറ്റോസ്പോർ ഓർ സ്പൊറാൻജിയോസ്പോർ എന്ന് പറയുന്നത് അസെക്ഷൽ സ്പോർ ആണ്. സ്പൊറാൻജിയ ഹാവ് സെവറൽ തൗസൻഡ് ഓഫ് ഈ സ്പൊറാൻജിയോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പൊറാൻജിയോസ്പോറിനകത്ത് ഒരു 1000 കൂടുതൽ എന്താ സ്പോർസ് കാണാറുണ്ട്. ആൻഡ് ദേ ആർ ഈസി ടു ഡിസ്ട്രോയ്. ഈവൻ നമ്മൾ റെയിൻ ഡ്രോപ്സ് വീഴാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അനിമൽ കടന്നു പോവുകയാണെങ്കിൽ തന്നെ അത് പെട്ടെന്ന് നശിച്ചു പോകും. അതുപോലെ വാൾ കണ്ടെയ്നിങ് സാപ്രോപോളിൻ കണ്ടെയ്നിങ് ബീറ്റ്. ക്ലമൈഡോസ്പോർസ് അല്ലെങ്കിൽ സൈഗോസ്പോർസ് സെക്ഷൽ സ്പോർസ് ആണ്. 2 ടൈപ്സ് ഓഫ് ഹൈവേ ഉണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. റിപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ഫംഗൈസിലും പോലെ ബെസിഡിയോമൈക്കോട്ട ക്യാൻ അണ്ടർഗോ ബോത്ത് സെക്ഷൽ ആൻഡ് അസെക്ഷൽ റിപ്രൊഡക്ഷൻ. Asexual reproduction in Zygomycota is similar to that in other types of fungi, while sexual reproduction bears some similarity to that in Ascomycota. Reproduction takes place in sexual reproduction and asexual reproduction. Asexual reproduction mainly Zygomycota varies greatly among orders and species. Spores may be formed by the separation and thickening of hyphal cells. They may also be produced in specialized organs whose structure is also widely varied. Sexual reproduction ആണ് കാണിച്ചിരിക്കുന്നത്. The 2 types of hyphae should meet to perform progametogangia. Gametogangia എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗൻസ് തമ്മിലുള്ള ഫ്യൂഷൻ. പ്രോഗമറ്റോഗാൻജിയ ടു ഗമറ്റോഗാൻജിയ. പ്ലാസ്മോഗമി എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, അതിനകത്തുള്ള സെല്ലുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യുക. പിന്നെ അവിടെ നടക്കുന്ന ഫ്യൂഷൻ ഓഫ് സൈഗോട്ട്സ് ആണ്. കാരിയോഗമി നടക്കും, അതായത് സൈഗോട്ട് ഫോർമേഷൻ. പിന്നെന്ന് പറയുമ്പോഴത്തേക്കും ജെർമിനേഷൻ ബിഗിൻസ് വിത്ത് ദ ഡിപ്ലോയിഡ് ന്യൂക്ലിയോസ് അണ്ടർഗോസ് മിയോസിസ്. സ്പൊറാൻജിയം ഡെവലപ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ ജെർം ട്യൂബ് ആൻഡ് സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ സ്പൊറാൻജിയം. നെക്സ്റ്റ് എന്തൊക്കെ മീഡിയാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കോമൺ മീഡിയ, വേൾഡ് വൈഡ് യൂസ്ഡ് മീഡിയ ഇസ് സബട്രോസ്, ഡെക്സ്ട്രോസ് അഗാർ, SDA medium. Most they are mesophilic in nature. They are able to grow in 20 to 35 degrees Celsius. But some like Mucomae or Mucopuslis are thermophilic. Minimum growth temperature എന്ന് പറയുന്നത് 20 degrees Celsius and maximum extending 60 degrees Celsius. Other mucomails can grow at temperature below 0 degrees Celsius. Older mucros are able to grow under anaerobic conditions while most of them require aerobic conditions. പിന്നെ zygomates only grow at high water activity. Some of them are able to grow in salt concentration at least 15%. Most species of mucor grow rapidly on agar at room temperature, filling the petri dish in 2 to 3 days with their coarse aerial mycelium.
Zygospore formation may be stimulated at higher temperature of incubation 30 to 40 degrees Celsius. In liquid culture, zygomycota usually form a bland mass and do not produce spores. Next, last വരുന്നതാണ് Deuteriomycota or fungi imperfect. അതായത് ഇംപെർഫെക്റ്റ് ഫംഗൈസിനെയാണ് Deuteriomycota ഫാമിലി ഫൈലത്തിൽ വരുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇംപെർഫെക്റ്റ് നോളേജ് ഓഫ് ദെയർ കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ. അതുകൊണ്ടാണ് നമ്മളതിനെ ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് തന്നെ പറയുന്നത്. സെക്ഷൽ ലൈഫ് സൈക്കിൾ ദാറ്റ് ഈസ് ഐദർ അൺനോൺ ഓർ ആബ്സെന്റ്. Asexual reproduction is by means of conidia or may be lacking. A conidium may be defined as a sexual spore that is not produced in sporangium. These fungi may have lost their sexual phase through the course of evolution. Deuteriomycota are classified as fungi for mainly two reasons. First, they are multicellular tissue. Their multicellular tissue is similar to the hyphae of sac fungi and club fungi. Second one is they have erect hyphae with asexual spores called conidiophores, which are similar to those of the sac fungi and club fungi, and reproduction similar to Ascomycota. Examples are സോ ഇത് അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ഇത് ഓർത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒന്നും കൂടെ നിൽക്കും. ആ ഒരു പിക്ചർ നോക്കിയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒന്നും കൂടെ അത് നിൽക്കും. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന മീഡിയാസ് ഫസ്റ്റ് വന്നെന്ന് പറഞ്ഞാൽ ബേസൽ മീഡിയ ആണ്. ബേസൽ മീഡിയത്തിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ SDA അഗാർ, ന്യൂട്രൽ SDA അഗാർ, പിന്നെ SDA വിത്ത് ആൻറ്റിബയോട്ടിക്സ്. പിന്നെ ന്യൂട്രീഷണലി ഡെഫിഷ്യൻറ്റ് മീഡിയ ആണെന്നുണ്ടെങ്കിൽ കോൺമീൽ അഗാറും റൈസ് സ്റ്റാർച്ച് അഗാറും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും എൻറിച്ച്ഡ് ആൻഡ് സെലക്റ്റീവ് മീഡിയാസ്, അത് പർട്ടിക്കുലർ ഓർഗാനിസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സെലക്റ്റീവ് മീഡിയാസ്. അതിനകത്ത് നമ്മൾ ബ്രെയിൻ ഹേർട്ട് ഇൻഫ്യൂഷൻ അഗാർ, BA ഫേസിക് മീഡിയം, സിസ്റ്റീൻ ഹേർട്ട് ആൻഡ് ഹീമോഗ്ലോബിൻ അഗാർ, ബ്ലഡ് അഗാർ, ബേർഡ് സീഡ് അഗാർ, LJ മീഡിയം ആൻഡ് ഡെർമറ്റോഫൈറ്റ് ടെസ്റ്റ് മീഡിയം, ഇത്രയും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സെപ്പൻഡോക്സ് അഗാർ, media for stimulation of ascospore of perfect fungi. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആൽഫൈൽ ഈസ്റ്റ് എക്സ്ട്രാക്ട് ആണ് യൂസ് ചെയ്യുന്നത്. സോയിൽ എക്സ്ട്രാക്ട് അഗാർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മീഡിയ യൂസ്ഡ് ഫോർ ബയോകെമിക്കൽ ടെസ്റ്റിന് ടെട്രാസോളിയം റിഡക്ഷൻ മീഡിയം, കാർബോഹൈഡ്രേറ്റ് ഫെർമെന്റേഷൻ മീഡിയ, കാർബോഹൈഡ്രേറ്റ് അസിമിലേഷൻ മീഡിയ, യൂറിയസ് മീഡിയം, ഡൈസോണിയം ബ്ലൂ റിയാക്ഷൻ. നമ്മൾ യൂസ് ചെയ്യുന്ന കൾച്ചറൽ മെത്തേഡ്സ് ഏതൊക്കെയാണ്? സെപ്പർഡോസ് മീഡിയം ആണ് വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ SDA മീഡിയം ഞാൻ പറഞ്ഞല്ലോ, SDA മീഡിയം ആണ് നമ്മൾ വേൾഡ് വൈഡ് ജനറലി സാറ്റിസ്ഫൈ ആയിട്ടുള്ളൊരു മീഡിയ ആണ്. ചിലവർ മാൾട്ട് പെപ്റ്റോൺ അഗാർ യൂസ് ചെയ്യാറുണ്ട്. It is claimed that in the later form the syrup is slightly more inhibitory to bacteria and produce more rapid growth and sporulation of fungi than Seppardose medium. In addition, it is often possible to distinguish mixed cultures of yeast specific species by their colony morphology on malt agar. Mainly two type of containers are used for the culture, petri dish and culture tube method. So, ഈ കാണിച്ചിരിക്കുന്ന ടേബിളിനകത്ത് നമ്മൾ പെട്രി ഡിഷിലും ടെസ്റ്റ് ട്യൂബ്സിലും നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഗ്രോത്ത് കിട്ടുക എന്നുള്ള രീതിയിലാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലഡ് കൾച്ചർ, അത് നമ്മൾ മൈക്രോബയോളജിയിൽ യൂസ് ചെയ്യുന്ന സെയിം തന്നെ മാനുവൽ സിസ്റ്റം ബ്ലഡ് കൾച്ചർ ബോട്ടിൽ വിത്ത് അഗാർ ആൻഡ് മൈക്കോളജിക്കൽ ബ്രോത്ത് ഓർ സെപ്പഡ്രോസ് ബ്രോത്ത് മീഡിയ മേ ബി എംപ്ലോയ്ഡ്. Aerate the cultures periodically by shaking and subculture routinely rather than to wait until the medium is clouded. Tissues-ലാണെങ്കിൽ biopsy and other tissues should be reduced in size 1 to 2 mm. Put these pieces in agar medium. It contains antibiotics if the material is contaminated with bacteria. പിന്നെ swabs. Heavily feed swabs rotate on the surface of the media several times and secondary dilution strokes should be made with a sterile loop. CSF, central spinal fluid. അത് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a loop full of spun deposit should be take to inoculate the agar media. യൂറിൻ്റെ കേസിൽ നമ്മൾ 0.0 ml യൂറിൻ എടുത്തിട്ട് നമ്മൾ അഗാർ മീഡിയം വിച്ച് കണ്ടെയ്ൻ ആൻറ്റിബയോട്ടിക്സിൽ സ്പ്രെഡ് ചെയ്യാണ് ചെയ്യുന്നത്.
അതുപോലെ അതിനുശേഷം നമ്മൾ സ്പെസിമെനെ സെൻട്രിഫ്യൂജ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് സെഡിമെന്റ്സിനെ റിമൂവ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് ടു അനദർ അഗാർ പ്ലേറ്റ് ഓഫ് ദ സെയിം മീഡിയം ആൻഡ് സ്ട്രീക്ക് ഔട്ട് ഫ്രം ദ വെൽ ഇൻ ദ നോർമൽ വേ. പിന്നെ യൂസ് ചെയ്യുന്നത് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂറിൻ തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ സാമ്പിൾ ഓഫ് ഫണ്ടമെന്റൽ നീറ്റ് ഡയലറ്റേസ് ആഡ് ചെയ്തിട്ടുണ്ടാകും. എന്നിട്ട് അതിനെ നമ്മൾ സ്പ്രെഡ് ചെയ്യുക. ഇതിൻ്റെ ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് മെയിൻലി 25°C to 30°C ആണ്. ചിലത് ബോഡി ടെമ്പറേച്ചർ നമ്മൾ യൂസ് ചെയ്യും 35 to 37°C. സം ആർ ഡൈമോർഫിക് ഫംഗൈ and all media are incubated at 25 to 30°C initially, and when a potential dimorphic organism is isolated, an attempt is made to convert to the tissue phase and subluting it and incubating the new culture at 35°C. പാത്തോജനിക് ഫംഗൈസ് ആർ എയറോബിക് ഓർഗാനിസം. അപ്പോൾ ഒരു നല്ല ഓക്സിജൻ സപ്ലൈ മാൻഡേറ്ററി ആണ് വെൻ വി ഐസൊലേറ്റിംഗ് it in a primary culture. Thank you.